നമസ്കാരം, സിറ്റി വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അജിത് അയിരൂർ. പ്രധാന വാർത്തകൾ. ആക്രമിക്കാൻ വരുന്നവരോട് കണക്ക് തീർക്കണമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. പാർട്ടിയിലെ യുവജനങ്ങൾക്ക് കായിക പരിശീലനം നൽകണമെന്നും കോടിയേരി. മാധ്യമങ്ങളിൽ നിന്ന് മുഖ്യമന്ത്രി ഒളിച്ചോടുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. മാധ്യമങ്ങൾ ജനാധിപത്യത്തിന്റെ അവിഭാജ്യ ഘടകങ്ങളാണെന്നും രമേശ് ചെന്നിത്തല. RSP ലെനിനിസ്റ്റ് നേതാവ് കോവൂർ കുഞ്ഞുമോൻ MLAക്ക് റാന്നിയിൽ സ്വീകരണം നൽകി. റാന്നി ചെറുകോൽപ്പിട റോഡ് വീതി കൂട്ടി വികസിപ്പിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. ജനകീയ കൂട്ടായ്മ രാജു എബ്രഹാം MLA ഉദ്ഘാടനം ചെയ്തു. വിശദമായ വാർത്തകളിലേക്ക്. ആക്രമിക്കാൻ വരുന്നവരോട് കണക്ക് തീർക്കണമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പരസ്യമായി ആഹ്വാനം ചെയ്തു. കൊലപാതകങ്ങൾ നടന്ന പയ്യന്നൂരിൽ CPM സംഘടിപ്പിച്ച ബഹുജന കൂട്ടായ്മയിലാണ് കോടിയേരിയുടെ ആഹ്വാനം. വീടുകൾക്കും കടകൾക്കും നേരെ ആക്രമം പാടില്ല, എന്നാൽ നമ്മളെ ആക്രമിക്കാൻ ആര് വരുന്നുവോ അവരോട് കണക്ക് തീർക്കണം. വന്നാൽ വന്നതുപോലെ തിരിച്ചുവിടില്ല എന്ന് ഗ്രാമങ്ങൾ തീരുമാനിക്കണം. ആക്രമം കണ്ട് സ്തംഭിച്ചു നിന്നിട്ട് കാര്യമില്ല, പ്രതിരോധിക്കണം. വയലിൽ പണി തന്നാൽ വരമ്പത്ത് കൂലി കിട്ടും. അതുകൊണ്ട് CPMനോട് കളിക്കേണ്ടെന്നും കോടിയേരി പറഞ്ഞു. പാർട്ടിയിലെ യുവജനങ്ങൾക്ക് കായിക പരിശീലനം നൽകണമെന്നും അദ്ദേഹം പറഞ്ഞു. മാധ്യമങ്ങളിൽ നിന്ന് മുഖ്യമന്ത്രി ഒളിച്ചോടുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആരോപിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങളെ ഭയപ്പെടുകയാണെന്നും മാധ്യമങ്ങൾ ജനാധിപത്യത്തിന്റെ അവിഭാജ്യ ഘടകങ്ങളാണെന്നും അദ്ദേഹം പറഞ്ഞു. മന്ത്രിസഭാ യോഗ തീരുമാനങ്ങൾ 48 മണിക്കൂറിനകം ഉത്തരവായി ഇറക്കേണ്ടത് സാധാരണ നടപടിക്രമമാണ്. അതിന് പോലും മുഖ്യമന്ത്രി തയ്യാറാകുന്നില്ല. ജനങ്ങളെ ഇരുട്ടിൽ നിർത്താനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും രമേശ് ചെന്നിത്തല ആരോപിച്ചു. കൂടുതൽ വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. 60 വർഷങ്ങൾക്ക് മുൻപ് ഫോട്ടോഗ്രഫി എന്ന വിസ്മയം കറുപ്പിലും വെളുപ്പിലും റാന്നിക്ക് പരിചയപ്പെടുത്തിയ വിൽസൺ സ്റ്റുഡിയോ ഫോട്ടോഗ്രഫിയുടെ ഏറ്റവും പുതിയ രീതികളായ കാൻഡിഡ്, കൊമേഴ്ഷ്യൽ, ഫാമിലി, മോഡലിംഗ്, മാക്രോ, നേച്ചർ ആൻഡ് നൈറ്റ് ഫോട്ടോഗ്രാഫീസ് റാന്നിയുടെ പുതുതലമുറയെ പരിചയപ്പെടുത്തുന്നു. ക്യാൻവാസ്, ലെസ്റ്റർ, മാറ്റ് ഫിനിഷ്, ഗ്ലോസി ഫിനിഷ്, മെറ്റാലിക് തുടങ്ങി വ്യത്യസ്ത രീതിയിലുള്ള ഡിജിറ്റൽ വെഡിംഗ് ആൽബംസ്. ഇൻഡോർ ഫോട്ടോഗ്രഫിക്കായി വിശാലവും വ്യത്യസ്തവുമായ സ്റ്റുഡിയോ ഫ്ലോർ. നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാന നിമിഷങ്ങൾ എന്നെന്നും ഓർമ്മിക്കുവാൻ ഞങ്ങൾ അവതരിപ്പിക്കുന്നു കോംപ്ലിമെന്റ് പ്രിന്റിംഗ്. അസുലഭ നിമിഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ആധുനിക സാങ്കേതിക വിദ്യകളുമായി ഞങ്ങൾ നിങ്ങളോടൊപ്പം. ഞങ്ങളുടെ 60ാം പിറന്നാളിനോടനുബന്ധിച്ച് പ്രത്യേക ഓഫറുകൾ. വിൽസൺ സ്റ്റുഡിയോ, വലിയ പാലത്തിന് സമീപം, റാന്നി. ഫോൺ 04735 225237 9447000237 9447765036. വാർത്തകൾ തുടരുന്നു. കോവൂർ കുഞ്ഞുമോൻ MLAക്ക് RSP ലെനിനിസ്റ്റ് പാർട്ടി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. പെരുമ്പുഴ NSS ഹാളിൽ നടന്ന സ്വീകരണ സമ്മേളനം CPM ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു ഉദ്ഘാടനം ചെയ്തു. RSP ലെനിനിസ്റ്റ് നേതാവ് കോവൂർ കുഞ്ഞുമോൻ MLAക്ക് 24-ാം തീയതി ഞായറാഴ്ച റാന്നി പെരുമ്പുഴ NSS ഹാളിൽ RSP ലെനിനിസ്റ്റ് പാർട്ടി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. RSP ലെനിനിസ്റ്റ് പാർട്ടി റാന്നി നിയോജക മണ്ഡലം സെക്രട്ടറി KR ഗോപാലകൃഷ്ണൻ നായർ അധ്യക്ഷത വഹിച്ച ചടങ്ങ് CPIM ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു ഉദ്ഘാടനം ചെയ്തു. സംബന്ധിച്ചിടത്തോളം ഇതൊരു ഇടതുപക്ഷ പ്രസ്ഥാനമാണ്, തൊഴിലാളി വർഗ പ്രസ്ഥാനമാണ്. കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ തന്നെ അടിസ്ഥാനപരമായി പറയുന്നത് തൊഴിലാളികളുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനുള്ള പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം. ആ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിൽ അടിയുറച്ചു നിന്നുകൊണ്ടാണ് എല്ലാ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളും പ്രവർത്തിക്കുന്നത്. RSP ലെനിനിസ്റ്റ് ജില്ലാ സെക്രട്ടറി MJ രാജു സ്വാഗതം പറഞ്ഞു. രാജു എബ്രഹാം MLA മുഖ്യ പ്രഭാഷണം നടത്തി. ഇവിടെ കേരളത്തിലാകമാനം നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രഗത്ഭനായ രാഷ്ട്രീയ നേതാവാണ്. തീർച്ചയായിട്ടും നമ്മുടെ നാട് ഏറ്റവും സന്തോഷിക്കുന്ന ഒരു ദിനമാണ്.
കാരണം കേരള നിയമസഭയിൽ ഏറ്റവും പ്രഗത്ഭനായ MLA-മാരിൽ ഒരാളാണ് സഹോദരൻ. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഏറ്റവും ശക്തമായ വിമർശനമാണ് അദ്ദേഹം ഉയർത്തുന്നത്. തെറ്റായ കാര്യങ്ങളെ ഏറ്റവും നിശിതമായി വിമർശിക്കുക. അദ്ദേഹം പ്രസംഗിക്കാൻ എഴുന്നേറ്റ പല ആളുകളും ഭയപ്പെടും. കാരണം ആരുടെ നേരെയാണ് തെളിവുകൾ സഹിതം അദ്ദേഹം എഴുന്നേൽക്കുന്നത് എന്ന് ആർക്ക് നിശ്ചയില്ല. നിയമസഭയിലെ എല്ലാ ശ്രദ്ധയും അപ്പോ അദ്ദേഹം എപ്പോ സഭയിൽ എഴുന്നേറ്റാലും മുഴുവൻ ശ്രദ്ധയും അദ്ദേഹം പിടിച്ചു. അദ്ദേഹത്തെ പോലെ ഒരു വ്യക്തിക്ക് ഈ മലയോര മണ്ണ് നൽകുന്ന ഒരു സ്വീകരണം എന്ന് പറയുമ്പോൾ അത് വലിയ പ്രത്യേകത. RSP ലേറ്റസ്റ്റ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ തെറ്റായ നയങ്ങൾക്കെതിരെ അതിശക്തമായ നിലപാട് സ്വീകരിച്ച് രൂപപ്പെട്ട പ്രസ്ഥാനം. RSP ലേറ്റസ്റ്റ് സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് ബലദേവ്, CPI അസിസ്റ്റന്റ് ജില്ലാ സെക്രട്ടറി MP വിദ്യാധൻ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. സജി പഴമണ്ണിൽ, TN രാജൻ, മധു അടൂർ, ശശി പൂങ്കാവ്, സുനിൽ കുമാർ, PK രാജമ്മ, യൂസഫ് വലഞ്ചുഴി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. സിറ്റി ന്യൂസ് റാന്നി. പ്രവാസി നിവാസി പാർട്ടിയുടെ റാന്നി നിയോജക മണ്ഡലം കൺവെൻഷൻ റാന്നി അങ്ങാടി PJT ഹാളിൽ നടന്നു. സംസ്ഥാന വർക്കിംഗ് ചെയർമാൻ ഫെബി ഇ പെൻചെറിയാൻ ഉദ്ഘാടനം ചെയ്തു. പ്രവാസി നിവാസി പാർട്ടി റാന്നി നിയോജക മണ്ഡലം കൺവെൻഷൻ 24-ാം തീയതി ഞായറാഴ്ച റാന്നി PJT ഹാളിൽ വെച്ച് നടന്നു. സംസ്ഥാന വർക്കിംഗ് ചെയർമാൻ ഫെബി ഇ പെൻചെറിയാൻ ഉദ്ഘാടനം നിർവഹിച്ചു. വിദേശ രാജ്യങ്ങളിലേക്കുള്ള റിക്രൂട്ട്മെന്റിലെ അഴിമതികൾ നിർത്തലാക്കുക, ജോലി നഷ്ടപ്പെട്ട് നാട്ടിലെത്തിയവരുടെ പുനരധിവാസവും തൊഴിലും തുടങ്ങുന്നതിന് ആവശ്യമായ പലിശരഹിത വായ്പയും പദ്ധതിയും നടപ്പിലാക്കുക, ഏകീകൃത വിമാനയാത്രാ നിരക്ക് പ്രാബല്യത്തിൽ വരുത്തുക, അതിർത്തി കാക്കുന്ന രാജ്യരക്ഷാ പ്രവർത്തനം പോലെ മറ്റൊരു വിധത്തിൽ ഒരു രാജ്യരക്ഷാ പ്രവർത്തനം തന്നെയാണ് പ്രവാസികൾ നിർവഹിക്കുന്നത്. അവർക്ക് നൽകുന്ന എല്ലാ ആനുകൂല്യങ്ങളും നൽകിയില്ലെങ്കിലും ചികിത്സാ സഹായവും നിത്യോപയോഗ സാധനങ്ങളുടെ നികുതിയും ഒഴിവാക്കി നമ്മുടെ ആദായ കടകൾ വഴി വിതരണം ചെയ്യുന്നതിന് അനുവദിക്കുക, കെട്ടിക്കിടക്കുന്ന എമിഗ്രേഷൻ ഫീ ഉപയോഗിച്ച ഭവന നിർമ്മാണം, കുടിവെള്ളം, വൈദ്യുതി, വാർദ്ധക്യ പെൻഷൻ എന്നിവ നടപ്പാക്കുക, വിദ്യാഭ്യാസ യോഗ്യതയ്ക്കനുസരിച്ച് സർക്കാർ സ്ഥാപനങ്ങളിലേക്കും അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലേക്കും പ്രവാസി നിവാസികൾക്ക് തൊഴിൽ നൽകുക എന്നീ ആവശ്യങ്ങളാണ് നിയോജക മണ്ഡലം കൺവെൻഷനിൽ ഉന്നയിച്ചത്. പ്രവാസി നിവാസി പാർട്ടി ജില്ലാ പ്രസിഡന്റ് ഗോപകുമാർ പുല്ലാട്, വൈസ് പ്രസിഡന്റ് ഓമനക്കുട്ടൻ നായർ, മഹിളാ സമാജം ജില്ലാ സെക്രട്ടറി മണി രാമചന്ദ്രൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. സിറ്റി ന്യൂസ് റാന്നി. പിന്നോക്ക വികസന കോർപ്പറേഷനിൽ നിന്നും മൈക്രോ ഫിനാൻസ് പദ്ധതിക്ക് അനുവദിച്ച 15 ലക്ഷം രൂപയുടെ ക്രമക്കേട് നടത്തിയെന്ന് ആരോപിച്ച് SNDP യോഗം ജനറൽ സെക്രട്ടറിക്കും റാന്നി യൂണിയൻ ഭാരവാഹികൾക്കുമെതിരെ കേസ് കൊടുത്തതിനെതിരെ പ്രതിഷേധ യോഗം ചേർന്നു. അടിസ്ഥാനരഹിതമായ ഇത്തരം കള്ളക്കേസുകൾക്കെതിരെ ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് യൂണിയൻ കൗൺസിലും പോഷക സംഘടനാ ഭാരവാഹികളും പ്രതിഷേധ യോഗത്തിൽ പറഞ്ഞു. ഇടവേള. 60 വർഷങ്ങൾക്ക് മുൻപ് ഫോട്ടോഗ്രഫി എന്ന വിസ്മയം കറുപ്പിലും വെളുപ്പിലും റാന്നിക്ക് പരിചയപ്പെടുത്തിയ വിൽസൺ സ്റ്റുഡിയോ ഫോട്ടോഗ്രഫിയുടെ ഏറ്റവും പുതിയ രീതികളായ കാൻഡിഡ്, കൊമേഴ്സ്യൽ, ഫാമിലി, മോഡലിംഗ്, മാക്രോ, നേച്ചർ ആൻഡ് നൈറ്റ് ഫോട്ടോഗ്രാഫീസ് റാന്നിയുടെ പുതുതലമുറയെ പരിചയപ്പെടുത്തുന്നു. ക്യാൻവാസ്, ലെസ്റ്റർ, മാറ്റ് ഫിനിഷ്, ഗ്ലോസി ഫിനിഷ്, മെറ്റാലിക് തുടങ്ങി വ്യത്യസ്ത രീതിയിലുള്ള ഡിജിറ്റൽ വെഡിംഗ് ആൽബംസ്. ഇൻഡോർ ഫോട്ടോഗ്രഫിക്കായി വിശാലവും വ്യത്യസ്തവുമായ സ്റ്റുഡിയോ ഫ്ലോർ. നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാന നിമിഷങ്ങൾ എന്നെന്നും ഓർമ്മിക്കുവാൻ ഞങ്ങൾ അവതരിപ്പിക്കുന്നു കോംപ്ലിമെന്റ് പ്രിന്റിംഗ്. അസുലഭ നിമിഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ആധുനിക സാങ്കേതിക വിദ്യകളുമായി ഞങ്ങൾ നിങ്ങളോടൊപ്പം. ഞങ്ങളുടെ 60ാം പിറന്നാളിനോടനുബന്ധിച്ച് പ്രത്യേക ഓഫറുകൾ. വിൽസൺ സ്റ്റുഡിയോ, വലിയ പാലത്തിന് സമീപം, റാന്നി. ഫോൺ 04735 225237 9447 00237 9447 65036.
വാർത്തകൾ തുടരുന്നു. റാന്നി ചെറുകോൽപ്പുഴ റോഡിന്റെ വീതി കൂട്ടി വികസിപ്പിക്കണമെന്നാവശ്യപ്പെട്ട ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ചു. രാജു എബ്രഹാം MLA കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തു. റാന്നി ചെറുകോൽപ്പുഴ റോഡിന്റെ വീതി കൂട്ടി വികസിപ്പിക്കണമെന്നാവശ്യപ്പെട്ട ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ചു. റോഡിന്റെ മേനാന്തോട്ടം ജംഗ്ഷൻ മുതൽ അയിരൂർ പുതിയകാവ് വരെയുള്ള ഇടുങ്ങിയ ഭാഗം വസ്തു ഉടമകളുടെ സഹകരണത്തോടെ വീതി കൂട്ടി ടാർ ചെയ്യുന്നതിനും തീരുമാനിച്ചു. വസ്തു ലഭ്യമായാൽ ദേശീയപാത നിലവാരത്തിൽ ടാർ ചെയ്യുന്നതിനുള്ള സഹായം ലഭ്യമാക്കാമെന്ന് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് രാജു എബ്രഹാം MLA പറഞ്ഞു. 10 മീറ്റർ വീതിയിൽ ടാർ ചെയ്യുന്നതിനാണ് പദ്ധതി. യോഗത്തിൽ വാർഡ് മെമ്പർ S. ശാരിക അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ അനിത ഭായി, B. സുരേഷ്, പ്രീത രാജേഷ്, സുലേഖ ചന്ദ്രശേഖരൻ, KK ഗോപിനാഥൻ നായർ, പ്രീത B. നായർ, ഗോപിക ഹരികുമാർ, CK രാജഗോപാൽ, വിദ്യാധരൻ അമ്പലത്ത്, NG ഉണ്ണികൃഷ്ണൻ, മനോജ് കല്ലേലുമണൽ എന്നിവർ സംസാരിച്ചു. ആയിരക്കണക്കിന് അയ്യപ്പഭക്തന്മാരും അതുപോലെ തന്നെ വലിയ വലിയ ഉൾക്കൊള്ളുന്ന ഈ പ്രദേശത്ത് റോഡിന് വീതി കൂട്ടി കിട്ടുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. തീർച്ചയായിട്ടും നമ്മൾ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ശക്തമായ രീതിയിലും ധീരമായ തീരുമാനത്തിൽ കൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് സാധിക്കും. അതിനകത്ത് യാതൊരു വിധമായ സംശയമില്ല. നമ്മുടെ സമീപ പ്രദേശത്തുള്ള ആൾക്കാരെല്ലാവരും കൂടി റാന്നിക്കാരായ നമ്മളുടെ അരൂരുകാരായ മുഴുവൻ ആൾക്കാരുടെ ഒരു ആവശ്യമാണെന്ന് നമ്മുടെ മനസ്സിൽ കണക്കാക്കിക്കൊണ്ട് നല്ലൊരു തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മളെല്ലാം ഒറ്റക്കെട്ടായിട്ട് നീങ്ങുകയാണെങ്കിൽ നല്ല തീരുമാനമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ റോഡ് നല്ല ഫലപ്രദമാക്കി എടുക്കാൻ നമുക്ക് കഴിയും. ഡോക്ടർ K. കുഞ്ചറിയ ചെയർമാനായും VK രാജഗോപാലൻ ജനറൽ കൺവീനറായും രാജശേഖരൻ നായർ ട്രഷററായും പ്രവർത്തിക്കുന്ന 101 അംഗ കമ്മിറ്റി ഇതിനായി തെരഞ്ഞെടുത്തു. സിറ്റി ന്യൂസ് റാന്നി. പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയിൽ ജനറൽ വിഭാഗങ്ങൾക്കും വീട് നൽകാൻ ശുപാർശ ചെയ്യാൻ ആന്റണി MPയുടെ സാന്നിധ്യത്തിൽ ജില്ലാ കളക്ടർ S. ഹരികിഷോറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന വിജിലൻസ് ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റി ജില്ലാതല യോഗം തീരുമാനിച്ചു. തൊഴിലുറപ്പ് പദ്ധതിയിലെ വേതനം വേഗം ലഭ്യമാക്കുന്നതിന് നടപടിയെടുക്കാൻ ആന്റണി MP യോഗത്തിൽ നിർദ്ദേശിച്ചു. ജില്ലാ വികസന സമിതി യോഗം 30-ാം തീയതി രാവിലെ 11 മണിക്ക് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടക്കും. രാവിലെ 10:30 നടക്കുന്ന പ്രീ DDC യോഗത്തിൽ ഉദ്യോഗസ്ഥർ പങ്കെടുക്കണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. ഒരിടവേള കൂടി. 60 വർഷങ്ങൾക്ക് മുൻപ് ഫോട്ടോഗ്രഫി എന്ന വിസ്മയം കറുപ്പിലും വെളുപ്പിലും റാന്നിക്ക് പരിചയപ്പെടുത്തിയ വിൽസൺ സ്റ്റുഡിയോ ഫോട്ടോഗ്രഫിയുടെ ഏറ്റവും പുതിയ രീതികളായ കാൻഡിഡ്, കൊമേഴ്ഷ്യൽ, ഫാമിലി, മോഡലിംഗ്, മാക്രോ, നേച്ചർ ആൻഡ് നൈറ്റ് ഫോട്ടോഗ്രാഫീസ് റാന്നിയുടെ പുതുതലമുറയെ പരിചയപ്പെടുത്തുന്നു. ക്യാൻവാസ്, ലെസ്റ്റർ, മാറ്റ് ഫിനിഷ്, ഗ്ലോസി ഫിനിഷ്, മെറ്റാലിക് തുടങ്ങി വ്യത്യസ്ത രീതിയിലുള്ള ഡിജിറ്റൽ വെഡിംഗ് ആൽബംസ്. ഇൻഡോർ ഫോട്ടോഗ്രഫിക്കായി വിശാലവും വ്യത്യസ്തവുമായ സ്റ്റുഡിയോ ഫ്ലോർ. നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാന നിമിഷങ്ങൾ എന്നെന്നും ഓർമ്മിക്കുവാൻ ഞങ്ങൾ അവതരിപ്പിക്കുന്നു കോംപ്ലിമെന്റ് പ്രിന്റിംഗ്. അസുലഭ നിമിഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ആധുനിക സാങ്കേതിക വിദ്യകളുമായി ഞങ്ങൾ നിങ്ങളോടൊപ്പം. ഞങ്ങളുടെ 60ാം പിറന്നാളിനോടനുബന്ധിച്ച് പ്രത്യേക ഓഫറുകൾ. വിൽസൺ സ്റ്റുഡിയോ, വലിയ പാലത്തിന് സമീപം, റാന്നി. ഫോൺ 04735 225237 9447000237 944777 65036. വാർത്തകൾ തുടരുന്നു. റാന്നി അത്യാലിന് സമീപം ബാസ്റ്റോ റോഡിൽ മെറ്റൽ കയറ്റി വന്ന ടിപ്പർ ലോറി കലുങ്ക് തകർത്തു. ലോറിയുടെ ഭാരം താങ്ങാനാകാതെ കലുങ്ക് തകർന്ന് ലോറി താഴുകയാണ് ഉണ്ടായത്. രാജു എബ്രഹാം MLA സ്ഥലം സന്ദർശിച്ചു. ബാസ്റ്റോ റോഡിലെ തകർന്ന 2 കലുങ്കുകൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ പുനർനിർമ്മിക്കുമെന്ന് രാജു എബ്രഹാം MLA അറിയിച്ചു. ചാലാപ്പള്ളി മുതൽ പെരുമ്പട്ടി വരെയുള്ള റോഡിൽ ഗതാഗത തടസ്സം ഒഴിവാക്കാൻ തിങ്കളാഴ്ച തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങും. പൊതുമരാമത്ത് വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ രാജീവിന്റെ നേതൃത്വത്തിൽ എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. ബാസ്റ്റോ റോഡും ജേക്കബ്സ് റോഡും BMBC നിലവാരത്തിൽ നിർമ്മിക്കാൻ വേണ്ട നടപടികൾ കൈക്കൊണ്ടിട്ടുള്ളതായി രാജു എബ്രഹാം MLA പറഞ്ഞു. ഭവനരഹിതരായ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് ഭവന നിർമ്മാണത്തിന് ധനസഹായം നൽകുന്ന പദ്ധതിയിൽ അപേക്ഷിക്കാം. ജില്ലയിൽ സ്ഥിരതാമസക്കാരും മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി അംഗത്വമുള്ളവരും 18-നും 60-നും ഇടയിൽ പ്രായമുള്ളവരുമായ വിവാഹിതരായ അംഗീകൃത പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് അപേക്ഷിക്കാം. സ്വന്തം പേരിലോ ഭാര്യയുടെ പേരിലോ 3 സെന്റ് ഭൂമിയെങ്കിലും ഉണ്ടായിരിക്കണം. അപേക്ഷ ലഭിക്കേണ്ടുന്ന അവസാന തീയതി ജൂലൈ 30 കൂടുതൽ വിവരങ്ങൾക്ക് 0468 22 231 34. പട്ടികജാതി വികസന വകുപ്പിന്റെ പ്രത്യേക ഘടനാ പദ്ധതിക്കുള്ള കേന്ദ്ര ധനസഹായ പദ്ധതി പ്രകാരം പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്ന് നിർദ്ദേശങ്ങൾ ക്ഷണിച്ചു. വരുമാനദായക പ്രപ്പോസലുകൾക്ക് മുൻഗണന ലഭിക്കും. അവസാന തീയതി ജൂലൈ 30. കൂടുതൽ വിവരങ്ങൾക്ക് ജില്ലാ പട്ടികജാതി വികസന ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണ്. ഫോൺ നമ്പർ 0468 23 22 712. നിര്യാതനായി റാന്നി തോട്ടമൺ കാനാപ്പുഴ TM മാത്യു നിര്യാതനായി. 80 വയസ്സായിരുന്നു. സംസ്കാരം 25-ാം തീയതി തിങ്കളാഴ്ച 11 മണിക്ക് റാന്നി സെന്റ് തോമസ് വലിയ പള്ളിയിൽ നടക്കും. ഭാര്യ പരേതയായ ലീലാമ്മ മാത്യു ഐത്തല ചെറുവട്ടക്കാട്ട് കുടുംബാംഗമാണ്.
മിനി, ബൈജു എന്നിവർ മക്കളും. ഫാദർ തോമസ് എബ്രഹാം കടപ്പനങ്ങാട്, ഷീബ കുരിശ്ശേരി കുറിച്ചി എന്നിവർ മരുമക്കളുമാണ്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. ആക്രമിക്കാൻ വരുന്നവരോട് കണക്ക് തീർക്കണമെന്ന CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. പാർട്ടിയിലെ യുവജനങ്ങൾക്ക് കായിക പരിശീലനം നൽകണമെന്നും കോടിയേരി. മാധ്യമങ്ങളിൽ നിന്ന് മുഖ്യമന്ത്രി ഒളിച്ചോടുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. മാധ്യമങ്ങൾ ജനാധിപത്യത്തിന്റെ അവിഭാജ്യ ഘടകങ്ങളാണെന്നും രമേശ് ചെന്നിത്തല. RSP ലെനിനിസ്റ്റ് നേതാവ് കോവൂർ കുഞ്ഞുമോൻ MLAക്ക് റാന്നിയിൽ സ്വീകരണം നൽകി. റാന്നി ചെറുകോൽപ്പിട റോഡ് വീതി കൂട്ടി വികസിപ്പിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. ജനകീയ കൂട്ടായ്മ രാജു എബ്രഹാം MLA ഉദ്ഘാടനം ചെയ്തു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.